സോ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആൻറ്റി അഞ്ജൈനൽ ഡ്രഗ്സിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് അഞ്ജൈന എന്ന് പഠിക്കണം. ഓക്കെ, അഞ്ജൈന എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അഞ്ജൈനയ്ക്ക് കൊടുക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. സോ എന്താണ് അഞ്ജൈന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയുന്നത് നെഞ്ചുവേദന എന്നാണ് പറയുന്നത്, അല്ലേ? നെഞ്ചുവേദന എന്ന് പറയും. സോ അഞ്ജൈന വന്നേക്കുന്നത് ആൻജിയോ എന്ന വാക്കിൽ നിന്നാണ്, വിച്ച് മീനിങ്സ് ഒരു നമ്മൾ ഈ മുറുക്കുന്ന ടൈപ്പ് ഓഫ് വേദന ഉണ്ടല്ലോ, പിഴിയുന്ന മുറുക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വേദനയാണ് ഏതിനകത്ത് കാണുന്നത്, ഈ പറയുന്ന അഞ്ജൈനയ്ക്കകത്ത്. ഈ ആൻജിയോ എന്ന വാക്കിനർത്ഥം ബ്ലഡ് വെസൽസ് എന്നുള്ളൊരു മീനിങ് കൂടി ഉണ്ട്. സോ ബ്ലഡ് വെസൽസിനെ മുറുക്കുക എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ. സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ നെഞ്ചുകൂട്ടിൻ്റെ അവിടെ കാണുന്ന ഒരു പാർട്ടാണ് സ്റ്റേണം, അല്ലേ? ആ സ്റ്റേണത്തിനുണ്ടാവുന്ന വേദന. ഈ വേദന എന്ന് ഞാൻ പറയുമ്പോൾ എപ്പോഴും വേദന ഉണ്ടാവണമെന്നൊന്നുമില്ല. സോ നമുക്കതിനെ ഡിസ്കംഫേർട്ട് എന്ന് പറയാം. പൊതുവേ ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ കാണുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ ഒന്നാമത്തത് അവർക്ക് ചെസ്റ്റ് പെയിൻ പറയാറുണ്ട്, ചെസ്റ്റ് പെയിൻ പറയുന്നുണ്ട്, അവർക്ക് ശ്വാസം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. സോ ദേ ഹാവ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ദെൻ ഡിസ്നിയ എന്ന് പറയാം. പിന്നെ അവർക്ക് റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കാം. അപ്പം ഈ പെയിൻ തന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് സ്പ്രെഡ് ആവുന്നതെന്ന് നമുക്ക് പറയും. ചിലർക്ക് ഭയങ്കര ഭാരം തോന്നിയേക്കുന്ന പോലെയൊക്കെ പറയും. ബേസിക്കലി അഞ്ജൈന എന്ന് വെച്ചാൽ വേദന, നെഞ്ചു വേദന എടുക്കുമ്പോഴാണ് നമ്മൾ അഞ്ജൈന പെക്ടോറിസ് എന്ന് വിളിക്കുന്നത്. ഇത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു അതിന് അധികം ഡാമേജ് ഇല്ലാതെ തന്നെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ MI എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ പറയുന്ന അഞ്ജൈന പെക്ടോറിസ് പല ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പാണ് ടൈപ്പ് 1 ആണ് സ്റ്റേബിൾ അഥവാ ക്ലാസിക് അഞ്ജൈന. സ്റ്റേബിൾ എന്ന് വിളിക്കും, ക്ലാസിക് എന്ന് വിളിക്കും, കോമൺ അഞ്ജൈന എന്ന് വിളിക്കും, ആൻഡ് ടിപ്പിക്കൽ അഞ്ജൈന. കാരണം നമ്മൾ ഒട്ടുമിക്ക സമയത്തും കാണുന്ന ടൈപ്പ് ഓഫ് അഞ്ജൈനയാണ് സ്റ്റേബിൾ, ക്ലാസിക്, കോമൺ അഥവാ ടിപ്പിക്കൽ അഞ്ജൈന എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിന്, ഇവിടെ ഹൃദയത്തിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ, നമുക്ക് ഒരുപാട് ഇമോഷണൽ സ്ട്രെസ് ഉള്ളവർക്ക്, പിന്നെ നമ്മൾ ഒരുപാട് സ്മോക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ സെക്ഷൽ അതിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക്, ദെൻ കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ഡിമാൻഡ് കൂട്ടും. ഞാൻ എന്താ ഇവിടെ പറയുന്നത്, ഓക്സിജൻ ഡിമാൻഡ് കൂട്ടും. എക്സസൈസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ഓക്സിജൻ കൂടുതൽ വേണം എന്ന കണ്ടീഷനാണ് വരുന്നത്. ഓക്സിജൻ വേണം എന്നുള്ള കണ്ടീഷൻ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ബോഡിയിൽ മൊത്തത്തിലുള്ള ബ്ലഡ് സപ്ലൈ നോർമൽ ആണെങ്കിൽ, ഓക്സിജൻ ഡിമാൻഡ് കൂടുതലും ബ്ലഡിനുള്ള സപ്ലൈ നോർമൽ ആവുന്ന സമയത്ത്, നോർമൽ ആവുക ഇപ്പം ഇത്തരത്തിൽ കൂടുതലും കാണുന്നത് ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിനൊക്കെയാണ്. ഓക്കെ, സോ ഹാർട്ടിന് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, അതാണ് പറഞ്ഞത്. അപ്പം ഈ ഡിമാൻഡിന് ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇവിടെ എന്താണ്, ഓക്സിജൻ ഡിമാൻഡാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഓക്സിജൻ ഡിമാൻഡിനെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്. ഡിമാൻഡ്, എൻ്റെ ഹാർട്ടിൻ്റെ ഇവിടെ ഡിമാൻഡ് എനിക്ക് കുറയ്ക്കണം. ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ നിന്നുള്ള പ്രീലോഡ് കുറയ്ക്കാം, പിന്നെ ആഫ്റ്റർ ലോഡും കുറയ്ക്കാം. അത് നല്ല ഐഡിയ ആണല്ലോ. അതായത് നമ്മുടെ ഹാർട്ടിലോട്ട് പോകുന്ന കുറേ വെയിൻസ് ഉണ്ട്. ഈ വെയിൻസിനെ നമ്മൾ ഡൈലേറ്റ് ചെയ്യിപ്പിക്കണം. വെയിൻസിനെ ഡൈലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് വീനോ ഡൈലേറ്റേഴ്സ് യൂസ് ചെയ്യാം. വീനോ ഡൈലേറ്റേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡൈലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ സ്പേസ് ആവുന്ന ഇതിപ്പോൾ ചെറിയ സ്പേസ് ആകുമ്പോഴത്തേക്കും ഇത്രയും വലിയ ആൾക്ക് ഇതിനകത്തോടെ പോകാൻ പാടില്ല, ബ്ലഡിന് പോകാൻ പാടില്ല. പക്ഷേ നല്ല സ്പേസ് കൂടിയപ്പോഴത്തേക്കും അവിടെ അത്രയുള്ളൊരു വർക്ക് ലോഡില്ല. ഓക്കെ, സ്പേസ് കൂടി. സോ ബേസിക്കലി നമ്മൾ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന വെയിൻസിന് വലിപ്പം കൂട്ടി.
ഇനി തിരിച്ചാവുന്ന സമയത്ത് വെയിൻസ് എന്ന് പറയുന്നത് എന്താ, ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെയൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. ഇനി ഇത് നമ്മൾ ഈ ഓക്സിനേറ്റഡ് ബ്ലഡ് നമ്മൾ ആർട്ടറിക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം ആർട്ടറി കൊടുക്കുന്നത് ആർക്കാ? ആർട്ടീരിയോൾസിന്. അപ്പം ആർട്ടീരിയോൾസിന് എന്ത് ചെയ്യണം? വലുതാക്കിപ്പിക്കണം. ഓക്കെ, സോ അതിനെ കൂടുതൽ ഡൈലേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണൊക്കെ ഉപയോഗിക്കുന്നത്. മെയിൻലി എക്സാമ്പിളായിട്ട് പറയുന്നത് അമിലോഡിപ്പിനൊക്കെയാണ്. കോമൺലി ഡിപ്പിൻ, PINE ഒക്കെ വെച്ച് അവസാനിക്കുന്ന ഡ്രഗുകളാണ്. ക്ലിയർ അല്ലേ? സോ ബേസിക്കലി അഞ്ജൈന എന്ന് പറയുന്നത് അതൊരു നെഞ്ച് വേദനയാണ്. അപ്പം വേദനയാണ് ഇവിടെ പറയുന്നത്. ആൻജിയോ എന്ന് വെച്ചാൽ മുറുക്കുക എന്നുള്ളൊരു മീനിങ്. ബ്ലഡ് വെസൽസിന് മുറുക്കുക എന്നുള്ളൊരു മീനിങ്. അപ്പം സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ, നമുക്ക് ഈ നെഞ്ചുവേദന മാത്രമല്ല, നെഞ്ചുവേദന അനുഭവിക്കാം, പ്രോപ്പറായിട്ട് ശ്വാസം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുക, അങ്ങോട്ട് റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കാം, ജോയിലോട്ട് ലെഫ്റ്റ് ഹാൻഡിലോട്ട്, ഇവിടെ എല്ലാം ഈ പെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു പെയിൻ. പിന്നെ നമുക്കൊരു ഭാരം തോന്നിയേക്കാം. ഇതിന് നമ്മുടെ ഹാർട്ടിന് അത്രയും ഡാമേജ് ഒന്നും കൂട്ടത്തില്ല, റിവേഴ്സിബിൾ ആണ്. പക്ഷേ MI ഒക്കെ വരുന്ന സമയത്ത് കണ്ടീഷൻ കുറച്ചും കൂടി ഒരു റിവേഴ്സിബിൾ സ്റ്റേറ്റിലൊക്കെ ഇട്ടൊക്കെ പോകും. പിന്നെ ടൈപ്പ് 1 പ്രശ്നം നമ്മുടെ ഓക്സിജൻ സപ്ലൈ, അവിടെ ഓക്സിജൻ ഡിമാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നുണ്ട്. എക്സസൈസിൻ്റെ കാര്യം, ഇമോഷണൽ സ്ട്രെസ്സിൻ്റെ കാര്യം, സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ കാര്യം, കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഈ സമയത്തെല്ലാം നമ്മുടെ ബോഡിയിൽ ഡിമാൻഡ് കൂടുന്നുണ്ട്. പക്ഷേ നോർമൽ ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈവൻ ദോ അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടറിയുടെ വാൾസിൽ ലാറ്ററലി എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ്. അപ്പം പ്രഷർ അവിടെ കൂടുതലാണ്. ഓക്കെ, പ്രഷർ അവിടെ കൂടുതലാണ്. ഓക്കെ, അത് കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഹാർട്ടിനോട് സപ്ലൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ഹാർട്ടിനോട് സപ്ലൈ ചെയ്യുന്ന വെയിൻസിന് അവിടെ ഒരു പ്രീലോഡ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോഴത്തേക്ക് ഹാർട്ടിന് അത്രയും വർക്ക് ലോഡ് ചെയ്യാതെ വരുമ്പം സീനില്ലല്ലോ. ദെൻ പറഞ്ഞത് ആർട്ടറിയുടെ കാര്യമാണ്. ആർട്ടീരിയോൾസ് ഡൈലേറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ അവിടെ വീണ്ടും വർക്ക് ലോഡ് കുറയ്ക്കും. ഡൈലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, അമിലോഡിപ്പിനൊക്കെയാണ്. ദെൻ അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് കാൽഷ്യം. ഹാർട്ടിൻ്റെ ഇൻട്രൻസിക് വർക്ക് ലോഡ് കുറയ്ക്കണം. നമുക്കറിയാം SA നോഡിൽ നിന്ന് പിന്നെ AV നോഡ്. SA നോഡിൽ നിന്നാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ SA നോഡിൽ നിന്ന് AV നോഡ് അങ്ങനെ പോവുമല്ലേ. അപ്പം ഹാർട്ടിൻ്റെ റേറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഹാർട്ടിൻ്റെ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ലോഡ് കുറയില്ലേ. അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് ബീറ്റ ബ്ലോക്കേഴ്സാണ്. നേരത്തെ പറഞ്ഞത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ബീറ്റ ബ്ലോക്കേഴ്സാണ്. എക്സാമ്പിൾ മെറ്റപ്രലോള് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം മരുന്നുകൾ കൊടുത്താലും നമുക്കറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഈ ആൻജിയോഗ്രാമിനെ കുറിച്ച് അറിയാം. ആൻജിയോഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ കൊറോണറി ആർട്ടറിക്ക് എന്തെങ്കിലും അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടോ ഇല്ലയോ, ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ആൻജിയോഗ്രാം ചെയ്തിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിലോട്ടൊക്കെ പോകാറുണ്ട്. പിന്നെ CABGയിലൊക്കെ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഡൽട്ട് ഹെൽത്ത് നഴ്സിങ്ങിനകത്ത് പഠിക്കും. അഡൽട്ട് ഹെൽത്ത് നഴ്സിങ്ങിനകത്തത് പഠിക്കും. സോ ഇത് ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് കോമൺ ടൈപ്പാണ്. രണ്ടാമത് പഠിക്കുന്നതാണ് വേരിയൻ്റ് അഥവാ പ്രിൻസ് മെറ്റൽ അഞ്ജീന. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ പ്രശ്നം എന്തായിരുന്നു? ഓക്സിജൻ ഡിമാൻഡിൻ്റെ കാര്യം പറയുന്നു. ഓക്സിജൻ ഡിമാൻഡിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? രക്തക്കുഴലിൻ്റെ പ്രശ്നമാണ്. നേരത്തെ ഓക്സിജൻ ഡിമാൻഡ് ആണെങ്കിൽ ഇവിടെ രക്തക്കുഴലിൻ്റെ പ്രശ്നമാണ് വരുന്നത്. ബ്ലഡ് വെസൽസിന് എന്ത് പറ്റും? ചുരുക്കം വരും. ബ്ലഡ് വെസൽസിന് ചുരുക്കം വരുന്നത് ഈവൻ നമ്മുടെ ഉറക്കത്തിൽ പോലും, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ഇങ്ങനെ വരാനുള്ള സാധ്യതകളുണ്ട്. ദെൻ ഓക്സിജൻ ഡിമാൻഡിലെ പ്രശ്നം ബ്ലഡ് വെസൽസിനെയാണ് പ്രശ്നം. ഈവൻ ട്രാൻസ്മ്യൂറൽ ഡാമേജ് ഓൾ ലെയർ, നമ്മുടെ എല്ലാ ലെയേഴ്സിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ചുരുക്കത്തിനെ മാറ്റാൻ പറ്റുന്ന മരുന്ന് വേണം ചെയ്യാം. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഇല്ല. ചുരുക്കം മാറ്റണമല്ലേ. സോ ബേസിക്കലി എന്തോ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ബ്ലഡ് വെസൽസിനാണ് പ്രശ്നം. ചുരുക്കം മാറ്റാൻ വേണ്ടി നമ്മളോട് ശ്രമിക്കാനുള്ളത്. സോ അക്യൂട്ട് അഞ്ജൈനയ്ക്കകത്ത് നമ്മൾ നൈട്രേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്.
നൈട്രേറ്റ്സ് നമ്മൾ സബ് ലിംഗ്വലി കൊടുക്കുന്നുണ്ട്. GTN ഗ്ലിസറൈൽ നൈട്രേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഇഞ്ചക്ഷൻ്റെ ഫോമിൽ കൊടുത്ത് കാണുന്നുണ്ട്, സ്പ്രേയുടെ ഫോമിൽ കാണാറുണ്ട്, ട്രാൻസ്ഡെർമൽ പാച്ചസ് ആയിട്ട് വെക്കുന്നതെല്ലാം കാണാറുണ്ട് അല്ലേ. പിന്നെ ഐസോസോർബൈഡ് ട്രൈനൈട്രൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഐസോസോർബൈഡ് മോണോ ട്രൈനൈട്രേറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇതെല്ലാമാണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ബേസിക് ഉള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് വേരിയൻ്റിലെ പ്രിൻസ് മെറ്റലിൻ്റെ കാര്യമാണ്. ഇവിടെ ഓക്സിജൻ ഡിമാൻഡിനല്ല പ്രശ്നം, ബ്ലഡ് വെസൽസിനാണ് പ്രശ്നമെന്ന് പറഞ്ഞു നമ്മൾ. ഈവൻ സ്മോക്കിംഗ് സ്ലീപ്പിൽ പോലും ഇങ്ങനെ വരാം. ഓക്കെ, ദെൻ അക്യൂട്ട് അഞ്ചൈന നൈട്രേറ്റ്സ് കൊടുക്കുക, സബ്ലിംഗ്വലി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. സോ അഞ്ചൈന പെക്ടോറിസ് എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ ആണ് ഡ്യൂ ടു ഇനാഡിക്വേറ്റ് കൊറോണറി ബ്ലഡ് ഫ്ലോ ആൻഡ് റെഡ്യൂസസ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ടു പാർട്ട് ഓഫ് ദ മയോകാർഡിയത്തിലോട്ടൊക്കെ ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ വരാത്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് എ സിവിയർ ചെസ്റ്റ് പെയിൻ. അപ്പോൾ അഞ്ചൈന പെക്ടോറിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അഞ്ചൈന പെക്ടോറിസ് ഇസ് എ സിവിയർ പെയിൻ ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ, ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ടു ഡിഫറെൻറ്റ് parts of myocardium. There is an imbalance between the oxygen demand and oxygen supply, and the classical angina, unstable angina and variant angina. ഓരോതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ. സോ ആൻറ്റി അഞ്ചൈനൽ മെഡിക്കേഷൻ, അഞ്ചൈന മാറാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അഞ്ചൈന പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സുകൾ ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ. സോ ഇപ്പം ഇവിടെ ആണെങ്കിലും നമുക്ക് ഒരുപാട് ഡ്രഗ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ പഠിക്കും? നമ്മുടെ കയ്യിൽ ട്രിക്കുണ്ട്, ക്ലാസിഫിക്കേഷൻ. ഒരു ട്രിക്ക് ആലോചിക്കാം. ആൻറ്റി അഞ്ചൈന എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന അഞ്ചൈന, നമുക്ക് നല്ല രീതിയിൽ വേദന വരുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് എപ്പോഴും രാത്രികളിലും ട്രാൻസ്പോർട്ടേഷൻ ഓപ്പൺ ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഓപ്പൺ നൈറ്റ് ക്യാബ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ട്രിക്ക് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് യൂട്യൂബൊക്കെ റെഫർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ്. സോ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള അതോറിറ്റിയും ആ ഒരു ആളുകൾക്കാണ് കേട്ടോ. ദിസ് ഇസ് ഓൺലി ഫോർ സ്റ്റഡി പർപ്പസ്, നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ദെൻ ഓപ്പൺ നൈറ്റ് ക്യാബ് ഇതാണ്. ആൻഡ് ഇവിടെ നമുക്ക് ടോട്ടൽ അഞ്ചൈന എന്ന് പറയുമ്പോൾ അഞ്ചെണ്ണം ഉണ്ട്. സോ അഞ്ചെണ്ണമാണ് മൊത്തത്തിൽ ഇവിടെ ഉള്ളത്. അപ്പം 1 2 3 4 5 ഇതിങ്ങനെ എഴുതി വയ്ക്കണം. ഫസ്റ്റിനകത്ത് ആദ്യം വരുന്നത് എന്താ? പി, പൊട്ടാസ്യം. നമ്മൾ എപ്പോഴും ചിന്തിക്കും പൊട്ടാസ്യം എല്ലാം ഇതിനകത്ത് ബ്ലോക്കേഴ്സ് ആണെന്ന്, പക്ഷെ അല്ല. ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടാസ്യം നല്ലതാണ്. സോ ഓപ്പണർ, പൊട്ടാസ്യം ചാനൽ ഓപ്പണർ. നമുക്ക് പാട്ടുകാരനായിട്ടുള്ള നിക്കിനെ അറിയാമല്ലേ? നിക്ക് റാൻഡമായിട്ടാണ് എവിടെയോ നിന്നത്, അപ്പം നിക്കോ റാൻഡിൽ ഇങ്ങനെ പേര് പഠിച്ച് നോക്ക്. ഒരെണ്ണവേ ഉള്ളൂ, നിക്കോ റാൻഡിൽ. ഓപ്പൺ പി ആണ് പൊട്ടാസ്യം ചാനലിനകത്ത് ഒരെണ്ണവേ ഉള്ളൂ, അതാണ് നിക്കോ റാൻഡിൽ. അടുത്തയാണ് നൈട്രേറ്റ്സിനകത്ത് 2 എണ്ണമാണ് ഉള്ളത്. കാരണം ഇവിടെ 2 കൊടുത്തിട്ടുള്ളതുകൊണ്ട് നൈട്രേറ്റ്സ് 2 എണ്ണം ഉണ്ട്. ഒന്നാമത്തത് ലോങ് ആക്ടിങ് നൈട്രേറ്റ്, ഷോർട്ട് ആക്ടിങ് നൈട്രേറ്റ്. ലോങ് ആക്ടിങ് വലിയൊരു പേരാണ്. ഐസോസോർബൈഡ് മോണോ നൈട്രേറ്റ്, ഐസോസോർബൈഡ് ഡൈ നൈട്രേറ്റ്. വലിയ പേരുകളല്ലേ. മോണോ
ഡൈ. ഇനി ഷോർട്ട് ആക്ടിങ് ആണെങ്കിൽ NTG നൈട്രോഗ്ലിസറൈഡ്, അല്ലാന്നാണെങ്കിൽ GTN ഗ്ലിസറിൻ ട്രൈ നൈട്രൈറ്റ്, രണ്ടും പറയാം. സോ ഇത് നോക്ക്, നൈട്രേറ്റിനകത്ത് ഷോർട്ട് ആക്ടിങ് ഉണ്ട്, ലോങ് ആക്ടിങ് ഉണ്ട്. ഷോർട്ട് ആക്ടിങ്ങിനകത്ത് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റും ഗ്ലിസറിനും. ലോങ് ആക്ടിങ് ആണെങ്കിൽ ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റും ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ് ഉപയോഗിക്കാം. മറ്റേത് പാടായിരിക്കും, വേണ്ട. പിന്നെ ഇത് രണ്ടും ക്ലിയർ ആണല്ലോ. ഇത് ഈ നമ്മൾ ഐസോസോർബൈഡ് സബ്ലിംഗ്വലിയാണ്, സബ്ലിംഗ്വലി കൊടുത്തത് ഷോർട്ട് ആക്ടിങ് ആണ്, ഓറലി കൊടുക്കുമ്പോൾ അത് ലോങ് ആക്ടിങ് ആണ്. ഫൈൻ. അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നത് എന്താ? T, ദാറ്റ് ഈസ് ത്രോംബോലൈറ്റിക് അഥവാ പ്ലേറ്റ്ലെറ്റിനെതിരെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് എന്ന് വെച്ചാൽ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലേറ്റ് ഉണ്ടല്ലേ, ആ പ്ലേറ്റ് നമ്മൾ കുറേ എണ്ണം മേടിച്ച് വയ്ക്കാൻ വേണ്ടി, കോപ്പി അടിച്ച് വയ്ക്കാൻ വേണ്ടി നോക്കൂലേ. എന്നിട്ട് ഇപ്പം കോപ്പി അടിക്കുന്നത് ക്ലോപ്പിഡോഗ്രൽ, അതാലോചിക്കാം. പിന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്കല്ലേ നമ്മൾ ഈ പ്ലേറ്റിന് അടുക്കി വെച്ചേക്കണത്. അപ്പോൾ രണ്ട് പിരമിഡ് ഷേപ്പിലെയാണ് ഡൈപെരിഡമോൾ. പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആസ്പിരിൻ. പിന്നെ അടുത്തയാണ് CAB. അപ്പോൾ നമുക്കറിയാം കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്, B ആണുള്ളത്. നമ്മുടെ ഹാർട്ടിന് സോഡിയത്തിനെ ഇഷ്ടമല്ല, അതേപോലെയാണ് കാൽഷ്യത്തിനെയും ഇഷ്ടമല്ല. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഇഷ്ടമല്ലാത്ത നമ്മുടെ വീട്ടിൽ ബ്ലോക്ക് ചെയ്ത് ഒരു കള്ളൻ ഉണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വീരപ്പൻ അറിയില്ല? വീരപ്പനാണെങ്കിൽ പക്ഷെ നല്ല ഹാർട്ടുള്ള ഒരാളായിരുന്നു. ഹി വാസ് എ ജെം എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കും ഓരോ വീടുകളിൽ പോയിട്ട് ഈ നെല്ലിക്ക ഉണ്ടല്ലോ അത് മോഷ്ടിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പടി. അപ്പം വെരപ്പാമിൽ, അങ്ങനെ കണ്ടിട്ടൊക്കെ വെരപ്പാമിൽ. പിന്നെ നല്ല ഹാർട്ടിന് ഉടമയാണെന്നല്ലേ പറഞ്ഞത്, ദില്ലെന്ന് വെച്ചാൽ ഹാർട്ട്, ദിൽറ്റിയാസം ജെം. നൈറ്റ് നിഫിഡിപ്പിൻ, then amylodipin. ഓക്കെ. ദെൻ അടുത്തയാണ് ബീറ്റ. സോ വരുന്നതാണ് ബീറ്റ ബ്ലോക്കേഴ്സ്. ബീറ്റ-ബ്ലോക്കേഴ്സിനകത്ത് ഒലോള് അത് വെച്ചിട്ടാണ് എഴുതാനുള്ളത്. നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന രാവിലെയും വൈകുന്നേരം കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും സെക്യൂരിറ്റി മാമ ബ്ലോക്ക് ചെയ്ത് വെക്കാം AM PM. ഇതിവിടെ പ്രൊപ്പനലോൾ. നോക്ക്, പ്രൊപ്രനലോള്. A കഴിഞ്ഞ് മെറ്റോപ്രലോള്. ഇവിടെ A ആണെങ്കിൽ ഇവിടെ O ആണ്. മെറ്റോപ്രലോള്, അത് കറക്റ്റാണ്, ഓലോള്. ദെൻ ഇത് കഴിഞ്ഞ് P കഴിഞ്ഞ് ഇവിടെ A ഉണ്ട്. Aക്ക് എന്താണ്? അറ്റിനലോള്. ഈ മൂന്നെണ്ണമാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനേഷൻ പറഞ്ഞു, എന്തൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ് ഈ പേഷ്യൻസ് കാണിക്കുന്നത്. പക്ഷേ അത് പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല, അൺലെസ് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ടൈപ്സ് പറഞ്ഞായിരുന്നു, അതും ചോദിക്കുന്നെങ്കിൽ എഴുതാം. ഇത് പഠിപ്പിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇതിന് ആക്ഷൻ യൂസസ് മനസ്സിലാൻ വേണ്ടിയാണ്. ദെൻ ക്ലാസിഫിക്കേഷനോ 5 എണ്ണത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3 തവണയെങ്കിലും മിനിമം എഴുതി പഠിക്കണം. എഴുതി പഠിച്ചിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഏറ്റവും അവസാനം അറ്റാച്ച് ചെയ്യാം കേട്ടോ. സോ ദാറ്റ് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. അടുത്തത് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. മെക്കാനിസം ഓഫ് ആക്ഷൻ.
നമുക്ക് ആദ്യം നൈട്രേറ്റിൻ്റെ ഏതൊക്കെയായിരുന്നു നൈട്രേറ്റിനകത്ത് നമ്മൾ പറഞ്ഞത്? ഷോർട്ട് ആക്ടിങ്ങും ലോങ് ആക്ടിങ്ങിനകത്താണ് ഐസോസോർബൈഡ് മോണോനൈട്രേറ്റും ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റും പറഞ്ഞാൽ മോണോനൈട്രേറ്റും ഡൈനൈട്രേറ്റും. ഇനി ഇതിന് ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നൈട്രേറ്റുകൾ എൻഡോത്തീലിയൽ സെൽസിലെത്തിയിട്ട് ഡീനൈട്രിഫിക്കേഷൻ നടത്തും. ദെൻ ഇങ്ങനെ ഡീനൈട്രിഫിക്കേഷൻ നടത്തുന്ന വഴി അതായത് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറും. ഡീനൈട്രിഫിക്കേഷൻ നടത്തിയിട്ട് നൈട്രിക് ഓക്സൈഡായിട്ട് മാറും. ഈ നൈട്രിക് ഓക്സൈഡുകൾ ഗ്വാനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും. GTPനെ സൈക്ലിക് GMP ആക്കി മാറ്റും. ദെൻ ഈ സൈക്ലിക് GMPനെ സൈക്ലിക് ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസ് ദെൻ ഇതിന് മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ആക്കും. ദാറ്റ് ഈസ് MLCK. ഇതിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്താ ചെയ്യുന്നത്? മയോസിൻ LC ആയിട്ട് മാറും. ഈ മയോസിൻ LC ഫോസ്ഫേറ്റ് ആയിട്ട് മാറിയിട്ട് മയോസിൻ LC ആവുകയും പിന്നെ ഇത് റിലാക്സേഷൻ നടത്തുകയും ചെയ്യും. സ്പീഡിലായി പോയല്ലേ? പതുക്കെ പറയാം, ഉദാഹരണങ്ങൾ വെച്ച് പറയാം നമുക്ക്. ഓക്കെ, നൈട്രേറ്റ് ഈ പേര് മൊത്തം എടുത്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, നൈട്രേറ്റ്സിൻ്റെ മെക്കാനിസം കുറച്ചും കൂടി നല്ല രീതിയിൽ പറഞ്ഞു തരാം. സിമ്പിളായിട്ട് നമുക്ക് ഞാൻ എല്ലാം കൂടി ഒരു ഹൈ ലെവലിലാണ് നേരത്തെ പറഞ്ഞത്. ഇതിപ്പം സിമ്പിളായിട്ട് ആദ്യം നമ്മുടെ ഡ്രഗ്, അത് ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റോ NTGയോ എന്തോ ആയിക്കോട്ടെ, NTG എടുക്കാം. ഈ ഡ്രഗ് ദിസ് ഡീനൈട്രേറ്റ് ബൈ glutathione S transferase which released free nitric oxide. അങ്ങനെ വേണോ? അതേ ഡ്രഗിന് എൻഡോത്തീലിയൽ, പിന്നെ എന്തു പറയാം, ഡ്രഗിന് എൻഡോത്തീലിയൽ സെൽസിലെത്തി. അപ്പം നമ്മുടെ പഠിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ആ ഒരു ഫ്രണ്ട് ഇപ്പം തന്നെ അത് ഒരു ഫ്രണ്ടിൻ്റെ പേര് അഞ്ജലി എന്നായിക്കോട്ടെ. ഈ അഞ്ജലി ആണ് നമ്മുടെ നൈട്രേറ്റ് NTG. ഇത് എൻഡോത്തീലിയൽ സെൽസിലെത്തും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഡീനൈട്രേഷൻ നടത്തും. ഡീനൈട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ നൈട്രേറ്റ് പിന്നെ ആരാ? നൈട്രിക് ഓക്സൈഡാ. നൈട്രിക് ഓക്സൈഡ് വലിയ പുള്ളിയാ. എന്നിട്ട് ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ഗ്വാനൈൽ അവിടെ ഒരു മാമനുണ്ട്, ഫുൾ സൈക്കിളിൻ്റെ കച്ചവടമാണ്. ഗ്വാനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, എന്നോ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജലി പുതിയ ഫോമിലോട്ട് എത്തിയത് നൈട്രിക് ഓക്സൈഡായിട്ട് മാറി. ആ നൈട്രിക് ഓക്സൈഡ് ഗ്വാനൈൽ സൈക്ലേസിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ഇറ്റ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ്, മീൻസ് ഗ്വാനൈൽ സൈക്ലേസ് ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ഇവൻ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്കും സൈക്ലിക് GMP, എൻ്റെ ഗ്വാനൈലിൻ്റെ അനിയനാ GMP, ഇങ്ങനെ വെറുതെ ആലോചിച്ചാൽ മതി, പഠിക്കാൻ പാടുള്ളവർക്ക് പിന്നെ മാത്രം. ഗ്വാനൈൽ സൈക്ലേസിനെ സൈക്ലിക് GMPയുടെ അളവ് കൂടുമ്പോൾ ആൻഡ് ദിസ് ഡീഫോസ്ഫോറിലേറ്റ് ദ MLCK എന്താ? മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ആയിട്ട് ഇൻട്രപ്റ്റ് ചെയ്യുകയും ദിസ് ഇൻട്രാക്ഷൻ വിത്ത് ആക്റ്റിൻ. അപ്പം ഈ മയോസിൻ ലൈറ്റ് ചെയിനിൽ എന്ത് നടത്തും? വീണ്ടും ഡീഫോസ്ഫോറിലേറ്റ്. ഇവിടെ നൈട്രിക് ഓക്സൈഡ് മാറിയതേ ഉള്ളൂ. എന്നിട്ട് അവിടെ പോയിട്ട് അപ്പം നമ്മുടെ അഞ്ജലി ഇവിടെ വെച്ച് പരിഷ്കാരിയായി. അവിടെ ചെന്ന് MLCKയും പരിഷ്കാരിയാക്കി. കൊള്ളാമല്ല. ഡീഫോസ്ഫോറിലേറ്റ് ചെയ്തു.
ഈ ഫോസ്ഫോറിലേറ്റ് ആരെ ചെയ്ത് ഡിഫോസ്ഫോറിലേറ്റ് മയോസിൻ ലൈക്ക് ചെയിൻ കൈനേസ് കൊള്ളാമല്ല. എന്നിട്ട് പോട്ട് മയോസിനെ വിട്ടാ മയോസിൻ്റെ എനിമി ആയിട്ടുള്ള ആക്റ്റിനുമായിട്ടും പോയി കൂട്ടുകൂടി ഇൻട്രാക്ഷൻ നടത്തി. ആക്റ്റിനെ ഡയലേറ്റ് ചെയ്തപ്പോഴത്തേക്കുമാണ് എന്ത് ചെയ്തത്, സ്മൂത്ത് മസിൽസിന് ഡയലേഷൻ സംഭവിച്ചത്. ഓ മൈ ഗോഡ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡോറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് പറ്റും. ചെറിയ ബ്ലഡ് വെസൽസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്രയും വർക്ക് ലോഡൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ സ്മൂത്ത് മസിൽസിനെ സംബന്ധിച്ചിടത്തോളം സ്മൂത്ത് മസിൽസ് ഡയലേറ്റ് ചെയ്ത് കാർഡിയാക്കിൻ്റെ വർക്ക് ലോഡ് കുറഞ്ഞ് അങ്ങനെ ഓക്സിജൻ ഡിമാൻഡും പുള്ളിക്കാരിക്ക് എന്ത് ചെയ്തു, കുറഞ്ഞു. കൊള്ളാം.